കോഴിക്കോട് പുതിയ പാലത്തെ വലിയ പാലത്തിന്റെ പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നു. പ്രവർത്തന ഉദ്ഘാടനം കഴിഞ്ഞ് 2 വർഷം പിന്നിട്ടിട്ടും വലിയ പാലം എന്ന പ്രദേശവാസികളുടെ സ്വപ്നം ഇനിയും യാഥാർത്ഥ്യമായിട്ടില്ല. 1.5 വർഷം കൊണ്ട് പാലത്തിന്റെ പ്രവൃത്തി പൂർത്തിയാക്കുമെന്നായിരുന്നു പൊതുമരാമത്ത് മന്ത്രി നൽകിയ വാഗ്ദാനം. 2022 ജൂലൈ 3-നായിരുന്നു പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനോദ്ഘാടനം പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചത്. 1.5 വർഷത്തിനുള്ളിൽ പാലം പണി പൂർത്തിയാക്കുമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ ഇതുവരെ പുതിയ പാലം വലിയ പാലമായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇരുചക്ര വാഹനയാത്ര പോലും ദുർഘടമായ പുതിയ പാലത്ത് നിലവിലെ പാലത്തിനു പകരം വലിയ പാലം നിർമ്മിക്കാൻ 2021-ലാണ് അനുമതിയായത്. 1.5 വർഷത്തിനുശേഷം സ്ഥലം ഏറ്റെടുക്കൽ നടന്നു. സ്ഥലം ഏറ്റെടുക്കലിനും പുനരധിവാസത്തിനും ഉൾപ്പെടെ 59 കോടി രൂപയാണ് അനുവദിച്ചത്. 23.73 കോടിയാണ് പാലത്തിന്റെ നിർമ്മാണ ചെലവ്. 2 വർഷം മുമ്പേ പ്രവർത്തനോദ്ഘാടനം നടന്നിട്ടും പുതിയ പാലത്തിന്റെ പണി പൂർത്തിയാകാത്തതിന്റെ കാരണം സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും അനാസ്ഥയുമാണെന്ന് BJP കൗൺസിലർ T. റെനീഷ് പറഞ്ഞു. നമ്മുടെ നാട്ടിന്റെ വികസന മുരടിപ്പിന്റെ ഏറ്റവും ഉദാത്തമായ ഉദാഹരണമാണ് പുതിയ പാലം എന്നുള്ളത്. മാറി മാറി ഭരിച്ച ഇടതുപക്ഷവും വലതുപക്ഷവും ഈ നാടിനോട് ചെയ്തിട്ടുള്ള വിവേചനം തുറന്നു കാട്ടുകയാണ്. ഈ കെടുകാര്യസ്ഥത, ഈ ജനങ്ങളോടുള്ള വഞ്ചന ഈ ഇലക്ഷനിൽ പ്രതിപാദിക്കുമെന്നുള്ളത് തന്നെയാണ് BJPയുടെ വിശ്വാസം. എത്രയും പെട്ടെന്ന് ഈ പാലത്തിൻ്റെ പണി പൂർത്തീകരിച്ച് ആ പ്രദേശത്തെ ജനങ്ങളുടെ ദുരിതാവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാവണമെന്നാണ് BJP ആവശ്യപ്പെടുന്നത്. 1947-ലാണ് പുതിയ പാലത്ത് ആദ്യമായി തടിപ്പാലം വന്നത്. പിന്നീട് 1982-ൽ കോൺക്രീറ്റ് പാലമായെങ്കിലും 2 ബൈക്കുകൾക്ക് ഒരേ സമയം കടന്നുപോകാൻ സാധിക്കില്ലായിരുന്നു. അത്തരത്തിലൊരവസ്ഥ ആയതുകൊണ്ട് തന്നെ വലിയ പാലം യാഥാർത്ഥ്യമാക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ ജനങ്ങളെല്ലാം സന്തോഷിച്ചു. തളി ക്ഷേത്രത്തെയും മാങ്കാവ് മിനി ബൈപ്പാസിനെയും ബന്ധിപ്പിക്കുന്ന വലിയ പാലം പൂർത്തിയായാൽ നഗരത്തിലെ തിരക്ക് കുറയും. അതുകൊണ്ട് തന്നെ ഓരോ തിരഞ്ഞെടുപ്പ് കാലം വരുമ്പോഴും പുതിയ പാലം ഒരു ചോദ്യമായി നിൽക്കാറുണ്ട്. ഇത്തവണ ജനം ചോദിക്കുന്നതും പാലം എന്ന് യാഥാർത്ഥ്യമാകുമെന്ന് തന്നെയാണ്. അമൃത ന്യൂസ്, കോഴിക്കോട്.